സുഹൃത്തുക്കളെ, എം.ആർ. അജിത് കുമാർ ആർ.എസ്.എസ് സർക്കാര്യവാഹ കൂടിക്കാഴ്ചയെക്കുറിച്ച് വാർത്തകൾ തുടരുന്നതിനിടെയാണ് അതിൽ ഒരു പരിധിവരെ ന്യായീകരണവുമായും ആർ.എസ്.എസിൻ്റെ ശൈലി എന്ത് എന്ന് കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് ഗോപാലകൃഷ്ണൻ്റെ പ്രതികരണം വരുന്നത്. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ബി ഗോപാലകൃഷ്ണൻ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഗോപാലകൃഷ്ണൻ പറയുന്നത് ആർ.എസ്.എസിൻ്റെ ഉള്ളിലുള്ളവർ, പുറത്തുള്ളവർ, ഇങ്ങനെ രണ്ട് വിഭാഗമാണുള്ളത്. അതുകൊണ്ട് തന്നെ പുറത്തുള്ളവരെ കൊണ്ടുവരാൻ, ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ ഞങ്ങൾ സ്ഥിരമായി ശ്രമിക്കാറുണ്ട്, സമ്പർക്കം നടത്താറുണ്ട് എന്നുള്ളതാണ്. ആർ.എസ്.എസിൻ്റെ മേധാവി, അതായത് സർസംഘചാലകാണ് മേധാവി മോഹൻ ഭാഗവത്. അദ്ദേഹം കേരളത്തിലെത്തിയപ്പോൾ CP ജോണിൻ്റെ വീട്ടിൽ, അതായത് UDF നേതാവാണ്, CMP നേതാവാണ്, CP ജോണിൻ്റെ വീട്ടിൽ പോയി അങ്ങോട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് എതിർ സംവിധാനത്തിലുള്ള, എതിർ പാർട്ടികളിലുള്ള ആളുകളെയും പോയി കാണും എന്നതാണ് തങ്ങളുടെ രീതി, സമ്പർക്കം നടത്തും എന്നുള്ളതാണ് തങ്ങളുടെ രീതി എന്ന് തന്നെ അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. മാത്രവുമല്ല, ഈ പറഞ്ഞതുപോലെ എം.ആർ. അജിത് കുമാർ വന്ന് കണ്ടിട്ടില്ല എന്ന് താൻ പറയുന്നില്ല. അതിനെക്കുറിച്ച് തനിക്ക് വിവരമില്ല. അതുകൊണ്ട് തന്നെ അത് RSS വ്യക്തമാക്കേണ്ടതാണ്, അല്ലെങ്കിൽ എം.ആർ. അജിത് കുമാർ വ്യക്തമാക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് തനിക്ക് എന്താ പറയുക, വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നത്. നാളെ MV ഗോവിന്ദനെയും ഞങ്ങൾ RSS ക്യാമ്പിൽ കൊണ്ടുപോകാൻ ശ്രമിക്കും എന്നുള്ളത്. സംസ്ഥാന പോലീസ് മേധാവിയെ RSS ക്യാമ്പിൽ കൊണ്ടുപോകാൻ ശ്രമിക്കും എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടി അദ്ദേഹം പറയുന്നത്, തൃശ്ശൂർ ജില്ലാ കളക്ടർ, ഒപ്പം തന്നെ തൃശ്ശൂർ DAG, ഈ രണ്ടു പേരെയും RSSൻ്റെ ക്യാമ്പ് പരിപാടികളിലേക്ക് താൻ വിളിക്കുകയും അവർ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. ഏത് കളക്ടറാണ്, ഏത് കാലഘട്ടത്തിലാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ തൽക്കാലം കൂടുതൽ നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും RSSൻ്റെ ഒരു പ്രവർത്തന രീതി അങ്ങനെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. പ്രത്യേകിച്ച് മോഹൻ ഭാഗവതൊക്കെ വരുന്ന സമയത്ത് ഓരോ നഗരങ്ങളിൽ, ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെത്തുമ്പോൾ പൗരപ്രമുഖരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട് നിതിൻ ഗഡ്കരിയും സമാനമായ രീതിയിൽ ചില കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. അത് AV ഗോപിനാഥ്, കോൺഗ്രസ് വിട്ട AV ഗോപിനാഥ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതും ശ്രദ്ധേയമാണ്. നമുക്കറിയാം, AV ഗോപിനാഥ് നേരത്തെ മുഖ്യമന്ത്രിയുടെ പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടില്ല, ഇവിടെ BJPയിലും പ്രവർത്തിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, AV ഗോപിനാഥ് ഇതിൻ്റെ രാഷ്ട്രീയ നീക്കം ഇനി എന്ത് എന്നത് വ്യക്തമല്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കെ AV ഗോപിനാഥിൻ്റെ ഒരു നീക്കം, ഒരു മൂവ്മെൻറ്റ് അവിടെ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടവരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഒരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ടത് ഉള്ളത്, ഗോപാലകൃഷ്ണൻ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയാണ് എന്ന് തോന്നുന്ന ഒരു കാര്യം, കേരളത്തിൻ്റെ ചർച്ചകളുടെ പ്രധാന ഫോക്കസ് RSS മേധാവി, ഒപ്പം തന്നെ എം.ആർ. അജിത് കുമാർ കൂടിക്കാഴ്ച എന്ന നിലയിലേക്ക് മാറുകയാണ്. അതിനപ്പുറത്തേക്ക് ഗൗരവമേറിയ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത്. ഇതിലേറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം സ്വർണ്ണക്കടത്താണ്. സുജിത് ദാസ് നടത്തുന്ന സ്വർണ്ണക്കടത്ത് കേസ്, ആ കേസുമായി ബന്ധപ്പെട്ട് അതെങ്ങനെയാണ് തട്ടിപ്പ് നടത്തുന്നത് അടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ ആരോപണങ്ങളായി അദ്ദേഹം ഉന്നയിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അവസാനിക്കുകയാണ്. കോഴിക്കോട് മാമി എന്ന റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ, അദ്ദേഹത്തെ കാണാതായതുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനൊക്കെ നീക്കം നടത്തുന്നു. ആ വിവാദം എവിടെ പോയി എന്നത് പ്രസക്തമല്ല. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മുകേഷ് അടക്കമുള്ളവർക്ക് ജാമ്യം ലഭിച്ചു. നിവിൻ പോളിയുടെ കേസ് ഇപ്പുറത്ത് ഫലത്തിൽ ആ മൊഴി നൽകിയ ആളിൻ്റെ പരസ്പര വിരുദ്ധമായ പ്രതികരണങ്ങൾ, ഇതെല്ലാം വരുമ്പോൾ അതൊന്നും വലിയ ചർച്ചയാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അവിടെയാണ് ചില പ്രത്യേക അജണ്ടകളിലേക്ക് ചർച്ചകൾ മാറിപ്പോകുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് എന്ന് തോന്നിപ്പോവുകയാണ്. ഇപ്പോൾ നോക്കൂ, PV അൻവർ, അദ്ദേഹം ഫോൺ ചോർത്തിയതിൻ്റെ രേഖകൾ, അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സുജിത് ദാസ് അദ്ദേഹത്തെ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന വിവരങ്ങളാണുള്ളത്. ഈ മുഴുവൻ വിവരങ്ങളും PV അൻവറിന് ലഭിക്കുന്നത് വിവിധ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ആരാണ് ഇത്തരം വിവരങ്ങൾ അൻവറിന് നൽകുന്നത് എന്നത് പ്രസക്തമല്ല. ഇപ്പോൾ നോക്കൂ, ഏതെങ്കിലും ഒരു പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവാണെന്നിരിക്കട്ടെ, MLA ആകണമെന്നില്ല, സാധാരണ ഒരു നേതാവാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ, ഈ ഫോൺ ചോർത്തിയിട്ടുണ്ട് താൻ എന്ന് പറയുന്നു, അതെങ്കിൽ അയാൾക്കെതിരെ കേസ് വരില്ലേ?
താനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പി വി അൻവർ പറയുകയാണ്. അത് ഫോൺ ചോർത്തലാണ്, പലരുടെയും ഫോൺ താൻ ചോർത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഫോൺ ചോർത്തൽ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിനൊരു ഫോൺ ചോർത്തൽ കേന്ദ്രം തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് UDF സമരം ചെയ്തത് ഓർക്കുകയാണ്. അന്ന് അങ്ങനെ കോടിയേരിക്കെതിരെയും അത്തരം ആരോപണങ്ങൾ ഉയർത്തിയിരുന്നതാണ്. ഈ ഫോൺ ചോർത്തൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ പഗാസസ് ആരോപണം വരുന്നു, ഫോൺ ചോർത്തൽ ആരോപണം വരുന്നു. ഇവിടെ പലരുടെയും, മാധ്യമപ്രവർത്തകരുടെയും പോലീസ് ഉന്നതരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും പ്രതിപക്ഷത്തുള്ള നേതാക്കളുടെ എല്ലാം ഫോൺ ചോർത്തുന്നു എന്ന് പറയുമ്പോൾ ഫോണിലൊരു പ്രൈവസി ഉണ്ട്. ആ പ്രൈവസി ഇല്ലാതാക്കിക്കൊണ്ട് ഇത്തരം ചോർത്തലുകൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര ഗുരുതരമായ ആരോപണമാണ് PV അൻവർ ഉന്നയിക്കുന്നത്. ഇതിപ്പോൾ മറ്റാരെങ്കിലും, ഇപ്പോൾ MR അജിത് കുമാർ അത്തരത്തിൽ ഫോൺ ചോർത്തൽ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരു ആരോപണമാണ് എന്ന് പറയാം. പക്ഷേ PV അൻവർ സ്വമേധയാ പറയുകയാണ് താൻ അത്തരത്തിൽ ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്നുള്ളത്. ജനങ്ങൾ ക്ഷമിക്കുക എന്നും പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല, ഒരു തെറ്റാണ്. അതൊരു ഫലത്തിലൊരു വെളിപ്പെടുത്തൽ എന്ന് മാത്രം വിളിച്ചാൽ പോരാ, അതൊരു കുറ്റസമ്മതമായി കൂടി കാണേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ PV അൻവറിനെതിരെ കേസ് എന്തുകൊണ്ടാണ് എടുക്കാത്തത്? ഇങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങൾ നിൽക്കുമ്പോഴാണ് പൂരം കലക്കിയത് RSS മേധാവിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, യഥാർത്ഥത്തിൽ ഈ പൂരം കലങ്ങുന്ന സമയത്ത് നേരത്തെ തന്നെ നമ്മുടെ വീഡിയോയിൽ ചോദിച്ചതുപോലെ രാജൻ എന്ന റവന്യൂ മന്ത്രി എവിടെയായിരുന്നു? എന്തുകൊണ്ടാണ് അദ്ദേഹം ഇടപെടാതിരുന്നത്? അദ്ദേഹമാണ് പൂരത്തെക്കുറിച്ച് 24 മണിക്കൂർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണം നടത്തിയത്. പൂരത്തിൻ്റെ മുഖ്യ സംഘാടകൻ രാജനായിരുന്നു. അദ്ദേഹം എവിടെയായിരുന്നു എന്ന ചോദ്യം ബാക്കിയാണ്. സുരേഷ് ഗോപി അവിടെ വന്നെത്തി, ആംബുലൻസിലെത്തി എന്ന് പറയുമ്പോൾ നിലവിലൊരു MP കൂടിയായ മുരളീധരൻ എവിടെയായിരുന്നു എന്ന ചോദ്യം ബാക്കിയാണ്. അവിടെ സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ അവിടെ എത്തി എന്ന് പറയുമ്പോൾ മുരളീധരൻ എത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. UDF നേതാക്കളാരും ഇതെത്തിയില്ല, ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ പൂരം കലക്കൽ വിവാദം എന്നുള്ളത് വെറുമൊരു എന്താ പറയുക, അവിടെ പൂരം കലക്കുന്നതിൽ പ്രാദേശികമായി SP അടക്കം പങ്കുണ്ട് എന്ന കാര്യത്തിൽ പോലീസ് നടപടി എടുത്തത് തെറ്റായിപ്പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത് MR അജിത് കുമാർ മാത്രം വിചാരിച്ചെടുത്തൊരു നടപടിയായി നമുക്കതിനെ ചുരുക്കി കാണാൻ കഴിയുമോ എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. അവിടെ അങ്ങനെയുണ്ടെങ്കിൽ അതിൽ സർക്കാരിന് റോളില്ലാതെ വരുമോ? റവന്യൂ മന്ത്രിയുടെ അസാന്നിധ്യം, ആ സമയത്തെ അസാന്നിധ്യമാണ് ഇതിൽ ഗുരുതരമായൊരു പ്രശ്നമായി എടുത്ത് കാണേണ്ടത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വിഷയത്തിൽ തങ്ങൾക്കിഷ്ടമുള്ള നിലയിലേക്ക് ചില വാർത്തകളും കാര്യങ്ങളും കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പുറത്തേക്ക് RSS എന്നുള്ളത് ഇവിടുത്തെ എക്കാലത്തും ചൂടുള്ളൊരപ്പമാണ്, എപ്പോഴും അത് വിൽക്കുന്ന ഒരു സാധനമാണ് എന്നുള്ള നിലയിലേക്ക് മാറുമ്പോൾ പ്രധാനപ്പെട്ട ഗൗരവമേറിയ വിഷയങ്ങളിൽ നിന്ന് ചർച്ച വഴിമാറിപ്പോകുന്നു എന്ന ഗുരുതരമായ സാഹചര്യവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഈ വിഷയങ്ങളിൽ എടുത്തു കാണുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ പറഞ്ഞത് ശരിയല്ലേ? അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.